എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. എല്ലാവരുടെയും ഒരു കംപ്ലൈന്റ് ഓർക്കിഡിന് ഫ്ലവർ ഇല്ല എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഓർക്കിഡിന് ഫ്ലവർ വരണമെങ്കിൽ ഫസ്റ്റ് അത് മെച്ചർ ആവണം. രണ്ടാമത് അതിന് ആവശ്യമുള്ള വെളിച്ചം കിട്ടണം, വളം വേണം, വെള്ളം വേണം. ഓർക്കിഡ് മെച്ചർ ആയെങ്കിൽ മാത്രമേ അതിന് ഫ്ലവർ ആവുകയുള്ളൂ. നമ്മൾ എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുത്തിട്ടും കാര്യമില്ല. പിന്നെ ഡെൻഡ്രോബിയത്തിന് നല്ല വെയിൽ വേണം. പർലോസസിന് വെട്ടം മതി, വെയിലടിക്കരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡിന് തീർച്ചയായിട്ടും ഫ്ലവർ ഉണ്ടായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കിഡ് നിങ്ങൾ സ്ഥാനം മാറ്റി കൊണ്ട് നടക്കില്ല. ഒരു 6 മാസം ഒരിടത്ത് വെച്ചതിന് ശേഷം അവിടെ ഫ്ലവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് നോക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്ലവർ കിട്ടും. ഞാൻ നിങ്ങളോട് പറയുന്ന ഫെർട്ടിലൈസർ മാത്രമാണ് ഞാൻ എൻ്റെ പ്ലാന്റിന് കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് കൊടുത്തോ നിങ്ങൾക്ക് 100% ഫ്ലവർ ഉണ്ടാകും, ഗ്യാരണ്ടി പറയുന്നത്. അപ്പം ഇന്നത്തെ ഫെർട്ടിലൈസർ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴത്തൊലി പിന്നെ പച്ചച്ചാണകം ഇത് രണ്ടും വിട്ട് ഒരാഴ്ച ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. അത് നന്നായിട്ട് അത് പഴത്തൊലിയൊക്കെ ചീഞ്ഞ് ചാണകത്തിൻ്റെ എസൻസ് ഒക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങി ഉള്ള വെള്ളം ഞാനൊരു അര ഭാഗത്തിന് മുകളിൽ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു വെച്ചു. പിന്നെ സാധാ വെള്ളം കൂടെ ചേർത്തു. ഇനി ഇത് പോരാ, ഇതും ഇനിയും ഡൈലൂട്ട് ചെയ്ത് വേണം നമ്മുടെ പ്ലാന്റിന് കൊടുക്കാനായിട്ട്. അത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ സ്പ്രെയർ 16 ലിറ്ററിൻ്റെ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ഇതിൽ ഏകദേശം ഞാനൊരു 8 ലിറ്ററോളം ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിക്ക് ബാക്കി സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുന്നത്. അപ്പൊ അത്രയും നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വേണം നമ്മുടെ പ്ലാന്റിന് ഇത് ഫെർട്ടിലൈസർ കൊടുക്കാൻ കേട്ടോ, ഓർക്കിഡിന്. അത് മറന്നു പോരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഓർക്കിഡിന് നല്ല വെട്ടം വേണം, ഫെർട്ടിലൈസർ വേണം, അതുപോലെ തന്നെ അതിന് മെച്ചർ ആവണം. എന്നാൽ മാത്രമേ അതിൻ്റെ നമുക്ക് ഫ്ലവർ തരികയുള്ളൂ. പിന്നെ ഈ ഫെർട്ടിലൈസർ കൊടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലവർ കിട്ടും, ഓർക്കിഡിന് ആരോഗ്യം വരും, പിന്നെ നിറച്ച് തൈകൾ ഉണ്ടാകും. അതിനാണ് ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പച്ചച്ചാണകം കിട്ടാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണങ്ങിയ ചാണകം കിട്ടും, നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച ഇട്ട് നിങ്ങൾ അതൊരു 2 ആഴ്ച ഇടുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം എടുത്ത് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുക. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകും. ഇപ്പൊ കുറച്ച് പൂക്കൾ ഇവിടെ കാണിച്ചത് ഇതൊക്കെ നിങ്ങൾ കണ്ട പൂക്കളാണ്. ഇതൊക്കെ ഈ വളങ്ങൾ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. വേറെ ഒരു വളവും ഞാൻ നമ്മുടെ പ്ലാന്റിന് കൊടുക്കാറില്ല. നിങ്ങളെ കാണിക്കുന്ന വളങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഇത് എവിടെ ഒരു പുതിയ മൊട്ട് വരുന്നത് കണ്ടോ നിങ്ങൾ? ഇത് പിന്നെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇതൊരു 2 സ്പൈക്കാണ് വന്നത്. അത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എപ്പോഴും ഇത് വീഡിയോ എടുക്കുമ്പോൾ ഇതിന്റെ കാര്യം മാത്രം ഞാൻ മറന്നു പോകുന്നത്. വെച്ചാൽ ഇത് ഈ മോളിൽ ഇത്രയും ഹൈറ്റിലായത് കൊണ്ടാണെന്ന് മറന്നു പോകുന്നത്. കണ്ടോ അതിന്റെ പ്ലാന്റ് കണ്ടോ? ഇത്രയും ഹൈറ്റില് ലെങ്തിൽ വളർന്നിട്ടാണ് സ്പൈക്ക് വന്ന് വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു പോപ്പിയായി ആണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് അറിയില്ല ഐഡി. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു പ്രചോദനമാകട്ടെ എന്നോർത്താണ് കേട്ടോ. അല്ലെ നിങ്ങൾ ഓർക്കില്ല ഈ ഇത്രയും ഫെർട്ടിലൈസർ കാണിച്ചിട്ട് പൂക്കളൊന്നും ഇല്ലല്ലോ എന്ന്, അതെന്താണ് അങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? ഇതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. പിന്നെ ഈ ഭാഗത്തായിരുന്നു നമുക്ക് നേരത്തെ കുറേ പൂക്കൾ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാനത് റീപോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഫ്ലവർ കുറവ്. അത് ചിലതിലൊക്കെ ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം ബഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഓർത്തോണം, നമ്മൾ ഈ തൊണ്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പോട്ടിംഗ് മിക്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1.5 വർഷത്തിനുള്ളിൽ അത് വീണ്ടും റീപോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്ലാന്റ് ഫുള്ള് നാശമാകും. ഞാനത് ശ്രദ്ധിക്കാതിരുന്ന എൻ്റെ കുറേ പ്ലാന്റ് പോയതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് കരിയും നമ്മുടെ മെറ്റിലുമാണ്. ഇതൊരു ടവറിൽ സെറ്റ് ചെയ്തിരുന്ന പ്ലാന്റ് ആണ്. നോക്കി ആ ഫ്ലവറിന്റെ ഒരു അവസ്ഥ, തൊച്ച് കയറി നശിപ്പിച്ചതാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം ടോർച്ചടിച്ച് നോക്കുക, അതിനെ പിടിച്ച് ഉപ്പിലിടുക. അതാണ് ഒച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും വലിയൊരു മാർഗം നമുക്ക്.
അപ്പം നമ്മൾ ഈ പറയുന്ന ഫെർട്ടിലൈസറൊക്കെ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും, അതിന് ഒരു സംശയവുമില്ല. ഈ പൂക്കളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഒരു സന്തോഷം വരുന്നത്, നമ്മൾ ചെയ്യുന്നത് ഫലമുണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? പൂക്കളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമല്ലേ? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ പ്ലാന്റിൽ പൂ വരുന്നില്ല എന്നുള്ള വിഷമം എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ അത് ഏതാ പുറകിൽ കാണുന്ന ഒരു ബേഡ് നെസ്റ്റ് ആണ്. അതെന്തോ അതിൻ്റെ ഇലകളൊക്കെ വല്ലാണ്ട് ചുരുണ്ട് വരുമ്പോഴേ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ സാഫും അതിന് കൊടുത്തു, പിന്നെ കറുവാപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുത്തു. പുതിയ ലീഫ് വരുന്നതിനകത്ത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. എല്ലാ പ്ലാന്റും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം, എന്നാലേ അതിന് നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റ് കാണുമ്പോൾ അറിയാം കേട്ടോ, അതിന്റെ ഗ്രോത്ത്. ഫ്ലവർ ആകുന്നില്ലെന്ന് ഓർത്താലും വിഷമിക്കേണ്ട, അതിന്റെ മെച്ചർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഓർക്കിഡിന് ഫ്ലവർ കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും അതിന് ഫ്ലവർ വരില്ല. പ്ലാന്റ് മെച്ചർ ആവണം. സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ്, അറിയാലോ നിങ്ങൾക്ക്. അപ്പം അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളുക, ധൃതി വെക്കരുത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അത് 100% ഉറപ്പാണ്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഇത് ഈ പ്ലാന്റ് ഒക്കെ കണ്ടോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ആ ഒരു സമയമാകുമ്പോൾ തന്നെ അതിന് ഫ്ലവർ വരും. ഫ്ലവർ വരുന്നില്ലെന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കരുത്. നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തോണ്ടിരിക്കുക, അപ്പോൾ ഉറപ്പായിട്ടും നമുക്കതിന് ഫ്ലവർ കിട്ടും. ഇതൊക്കെ നിങ്ങളോട് ഈ പറയുന്ന ഫെർട്ടിലൈസർ ഞാൻ എപ്പോഴും പറയുന്ന വീണ്ടും പറയുന്നത് കൊണ്ടാണ്. അത് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ, വേറെ ഒന്നും ഞാൻ കൊടുക്കാറില്ല. നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഫെർട്ടിലൈസർ മാത്രമാണ് എൻ്റെ പ്ലാന്റിന് കൊടുക്കുന്നത്. ഇതൊക്കെ പ്ലാന്റ് കാണിച്ചു തന്നാൽ നിങ്ങൾ അതിൻ്റെ ഒരു ആരോഗ്യം ഒന്ന് കണ്ട് മനസ്സിലാക്കാനാണ് കേട്ടോ. ഫ്ലവർ മാത്രമല്ലല്ലോ, പ്ലാന്റിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലവർ കിട്ടുകയുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ഫെർട്ടിലൈസർ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ? പിന്നെ ഞാൻ സ്പ്രേ ചെയ്യുന്നൊന്നും കാണിക്കാത്തത് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വെറുതെ വീഡിയോ വലിച്ചു നീട്ടേണ്ടെന്ന് ഓർത്താണ് ഞാൻ അതിന് സ്പ്രേ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാത്തത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു കമന്റ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ ഒരു ലൈക്ക്, അതും അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീണ്ടും വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.